അമിത്ഷാ ഉപപ്രധാനമന്ത്രിയോ എന്ന വാർത്ത കാണാനിടയായി. സത്യം പറഞ്ഞാൽ ഇത് വായിച്ച് ഞെട്ടിപ്പോയി. കാരണം ഒന്ന്, ഇപ്പോൾ അമിത്ഷാ ആരാണ്? നിങ്ങൾ പറയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ശരിയാണ്. എന്നാൽ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാത്രമാണോ? ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കും. രണ്ട്, ഇന്ത്യൻ പ്രസിഡന്റായ ശ്രീ രാംനാഥ് കോവിന്ദ്, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മറ്റ് ഗവർണർമാർ, BJP പ്രസിഡന്റ് എന്നിവരെ തീരുമാനിക്കുന്നത് ആരാണ്? പറയൂ. മൂന്ന്, ഇന്ന് ഇന്ത്യയിൽ എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നാല്, കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശ്രീ അമിത്ഷാജി 2006 ശേഷം ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു യാത്രയും നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം പ്ലാൻ ചെയ്യുകയായിരുന്നു. നോക്കൂ, 2014 ശേഷം വിദേശയാത്ര നടത്തിയ നേതാക്കൾ. രാഹുൽ ഗാന്ധി 2014 ശേഷം എണ്ണിയാൽ ഒതുങ്ങാത്ത വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 54 യാത്രകൾ ദുരൂഹമാണ്. 60 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. Z+ സുരക്ഷയുള്ള നേതാവാണ് രാഹുൽ. സോണിയയും അതുപോലെ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA MP മാരും. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായതിനു ശേഷമോ അതിനു മുൻപോ BJP ദേശീയ അധ്യക്ഷനായിരുന്ന കാലത്തോ അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദേശയാത്രകളെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ പറഞ്ഞു തരാം. അമിത്ഷാ അവസാനമായി ഒരു വിദേശ രാജ്യം സന്ദർശിച്ചത് 2006-ലാണ്. ഇവിടെ പട്ടിണി എന്താണെന്ന് പഠിക്കാൻ വിദേശത്ത് പോകാൻ ആ രാജഗോപാലിന് പാസ്പോർട്ട് കിട്ടാത്തതിന്റെ പേരിൽ ദിവസങ്ങളോളം അന്തിച്ചർച്ച നടത്തിയ കേരള മാധ്യമങ്ങളെ നിങ്ങൾ അറിയാനാണ്. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പാസ്പോർട്ട് ഇല്ല. ഉള്ള പാസ്പോർട്ട് 20 വർഷമായി പുതുക്കിയിട്ടുമില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ, ഇന്ന് ഭാരതം യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് 3 പേരാണ്: മഹാവിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ. അതുപോലെ ഭാരതം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി, ശ്രീ അമിത്ഷാ, ശ്രീ അജിത് ഡോവൽ. എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന് എന്തിനാണ് കീറിയ 5 രൂപ നോട്ട്? ഹിന്ദു രക്ഷാ മമ